എനിക്ക് തോന്നുന്നു ഈ ബിഹൈൻഡ് ദ സീൻസ് ചെയ്യുന്നു എന്ന് പറയുന്ന കാര്യം ഇതായിരിക്കും. അല്ല, ബിഹൈൻഡ് ദ സീൻസ് എന്ന് ഉദ്ദേശിക്കുന്നത്, ബിഹൈൻഡ് ദ സീൻ എന്ന് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ നമ്മൾ ആളുകളെ പറഞ്ഞ് പഠിപ്പിച്ച് വെച്ചിട്ട് അത് അഭിനയിപ്പിക്കുന്നതാണ് എന്നുള്ള രീതിയിലാണ് അവർ ബിഹൈൻഡ് ദ സീൻ അവര് പറയുന്നത്. പക്ഷെ ഒരിക്കലും ഇപ്പൊ ഇയാള് തന്നെ പോയില്ലേ ആ ഒരു സ്റ്റേറ്റിലൂടെ പടയെന്ന് പറഞ്ഞ് പോയില്ലേ, ഇത് കണക്ക് തന്നെയാണ് പോകുന്നത് എല്ലാവരും. അതിൽ ചിലപ്പോൾ ഞാൻ പറയുന്നത് കേൾക്കാനും പറ്റും, ഇവിടെ ശബ്ദങ്ങളൊക്കെ കേൾക്കാനും പറ്റും, എല്ലാം പറ്റും. നമ്മൾ ആരും ഉറങ്ങുമല്ല ബോധമില്ലാണ്ട്. ട്രാൻസ് സ്റ്റേറ്റ് ആണ്, ട്രാൻസ് എന്ന് പറയും ആ ഒരു സ്റ്റേറ്റ് ആണ്. ജസ്റ്റ് കൺട്രോൾ ചെയ്യും, റിലാക്സിംഗ് സ്റ്റേറ്റ്. എനിക്ക് ഇങ്ങനെ പോയപ്പോഴത്തേക്കും സൗണ്ട് ഒക്കെ കേൾക്കുന്നുണ്ട്, പക്ഷെ എങ്കിൽ തുറക്കാൻ പറ്റത്തില്ല. എങ്കിലല്ലേ ഞാൻ പറയുന്ന കാര്യം ഇയാൾക്ക് ഫീൽ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇപ്പൊ ഇയാൾക്ക് എന്ത് സജഷൻ ആണ് കൊടുക്കുക, കേട്ടില്ലെങ്കിൽ പിന്നെ എങ്ങനെ ഞാൻ പറഞ്ഞു തരും ഇതൊക്കെ? മനസ്സിലായോ? ഞാനിത് പറഞ്ഞു തരണം, ഇയാൾ കേൾക്കണം, ഇയാളുടെ തലച്ചോറ് ഏറ്റെടുക്കണമെങ്കിൽ ഞാൻ പറയുന്നത് ഇയാൾ കേൾക്കണം. എല്ലാവരും കേട്ടേ പറ്റൂ. പലർക്കും ഉള്ള തെറ്റിദ്ധാരണയാ നമ്മള് ബോധമില്ലാതെ കിടക്കും, എനിക്കെല്ലാം കേൾക്കാൻ പറ്റുന്നു, എനിക്കൊന്നും ഫീൽ ചെയ്തിട്ടില്ല. പല ആളുകൾക്ക് നമ്മൾ അതിന് ഒരു ചെറിയൊരു പണിയല്ല, പണി എന്ന് പറയാൻ പറ്റത്തില്ല, അവർ ഫീൽ ചെയ്യിപ്പിച്ചിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു സ്റ്റേറ്റിൽ പോകുമ്പോൾ, ഡീപ്പ് സ്റ്റേറ്റിൽ പോയി കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ തൊട്ടാലും നുള്ളിയാലും നമ്മൾ അറിയത്തില്ല. അപ്പം നമ്മൾ കയ്യിൽ ഇങ്ങനെ ലൈറ്റർ വെച്ച് കത്തിക്കും. അതിൻ്റെ അക്കൗണ്ടിൽ കിടപ്പുണ്ട് ആ വീഡിയോ. അവർക്ക് മുഖത്തൊരു എക്സ്പ്രഷൻ കാണുന്നില്ല, അവർ നിൽക്കും. അവർ എനിക്കൊന്നും ഫീൽ ചെയ്തില്ലല്ലോ, എനിക്കൊന്നും തോന്നിയില്ലല്ലോ, ഞാൻ ചുമ്മാ കണ്ണുപിടിച്ചിരിക്കില്ലായിരുന്ന. കൈ നോക്കുമ്പോൾ കൈ മൊത്തം രോമം കരിഞ്ഞിരിക്കും. അപ്പോഴാണ് ഇതിനൊക്കെ കയ്യിൽ നമ്മൾ പിന്ന് കുത്തി കയറ്റിയായിരുന്നു. പിന്നിനെ കുത്തി കൊടുത്തു വെച്ചിട്ട് അവരെങ്ങീച്ചപ്പോഴത്തേക്ക് എനിക്കൊന്നും തോന്നിയില്ല, ഞാൻ നോർമലല്ലേ എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് കയ്യിലോട്ട് നോക്കിയപ്പോഴത്തേക്ക് കയ്യിൽ പിന്നിരിക്കുന്നത് ഇപ്പൊ കുത്തിയെന്ന് അറിഞ്ഞില്ല. ആൾ അത്രയും വേദനവും ഇല്ലാത്ത ഒരു സ്റ്റേറ്റിൽ പോയി. ചില ആളുകൾക്ക് അവരുടെ അറിവില്ലായ്മയാണ് എന്താണ് ഈ ട്രാൻസ് അല്ലെങ്കിൽ എന്താണ് ഹിപ്നോസിസ് എന്നുള്ള അറിവില്ലായ്മ കൊണ്ട് അവർക്ക് മനസ്സിലാവാതെ പോകുന്നുണ്ട്. ഇതിപ്പം എനിക്ക് തോന്നുന്നു ഉഡായിപ്പ് എന്ന് പറയുന്നതിന്റെ പിന്നിൽ ഇപ്പം ആൾക്കാർ അസ്യൂം ചെയ്യാണെന്ന് തോന്നുന്നു. അവർക്ക് സത്യം പറഞ്ഞ മനുഷ്യനെന്താ, അവര് കാണാത്ത കാര്യങ്ങളൊന്നും ഇല്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ് മനുഷ്യരെല്ലാവരും. പണ്ടേതാ സിനിമയിൽ പറയുന്നത് ദുബായ് കണ്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ ദുബായ് ഇല്ലേ, അതേ കണക്ക് നമ്മൾ അറിയാത്തതൊന്നും അല്ല, നമ്മൾ അറിയാത്ത കാര്യങ്ങൾ ഇല്ല എന്ന് ഒരിക്കലും വിശ്വസിക്കില്ല. നമ്മൾ അറിവില്ലായ്മ അക്സെപ്റ്റ് ചെയ്തത് ശരിയാണോ തെറ്റാണോ എന്ന് പുതിയത് പഠിക്കാൻ ശ്രമിക്കുക. പണ്ട് ഞാനും അങ്ങനെ ചിന്തിച്ച ഒരാളാണ്, അവരോട് ഓപ്പണായിട്ട് പറയുന്നത് ഇത് ഉഡായിപ്പാണ്, തെറ്റാണ്, ഇങ്ങനെ ഒരു സാധനം ഇല്ലാന്ന് വിശ്വസിച്ച ഒരാളാണ്. പക്ഷേ ഇതിനെപ്പറ്റി പഠിച്ച് മനസ്സിലാക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി ഇങ്ങനെ ഒരു സാധനം ഉണ്ട്, ചെയ്യാൻ പറ്റും. നമ്മുടെ കീഴിൽ ഇതുവരെ പഠിച്ച് 26ഓളം സ്റ്റുഡൻസ് നമുക്കുണ്ട്. ട്രിവാൻഡ്രത്ത് മാത്രം എന്നോടൊപ്പം നിൽക്കുന്ന, നമ്മൾ പബ്ലിക്കിലൊക്കെ ചെയ്യുന്ന പല ആളുകൾ നമ്മളോടൊപ്പം ഉണ്ട്. അവരും ഒക്കെ ഇതൊക്കെയാണ്. പിന്നെ പേര് പറയാൻ പറ്റത്തില്ല, ചില സൈക്കോളജിസ്റ്റുകൾ, ഡോക്ടർമാരൊക്കെ നമ്മളിന്ന് പഠിച്ചിട്ട് പോയിട്ടുണ്ട്. അവരൊക്കെ അവരുടെ പ്രൊഫഷണൽ അത് യൂസ് ചെയ്യും. ഈ സൈക്കോളജിസ്റ്റുകളാണെങ്കിൽ അവർക്കൊക്കെ അവരുടെ ചാപ്റ്ററുകളിൽ പഠിച്ചു പോകുന്ന സമയത്ത് ഇതൊരു പോർഷനായിട്ട് പോകുന്നതേ ഉള്ളൂ. ഇത് പ്രാക്ടിക്കലി ചെയ്യാനുള്ള അവയർ അവർക്കില്ല. അതൊന്നും നമ്മളടുത്ത് വരുന്നവർ പഠിക്കാനായിട്ട്. അജ്മലിന്റെ ഇതൊരു എത്ര വർഷത്തെ ജേണിയാണ് ഈ ഒരു ഹിപ്നോട്ടിസം? ഞാൻ വളരെ ചെറിയൊരു ജേണിയാണ്. ഞാൻ ആദ്യം റിയാക്ഷൻ വീഡിയോസ് ഒക്കെ ആയിരുന്നു, പിന്നെ അതിനൊക്കെ ശേഷമാണ് ഇത് ചെയ്തു തുടങ്ങിയത്. എന്ന് വെച്ചാൽ 1-2 വർഷമായിട്ട് ഞാൻ അതിനെപ്പറ്റി പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്, പഠിക്കുന്നുണ്ട്. പബ്ലിക്കലി ചെയ്യാൻ എനിക്കൊരു മടിയായിരുന്നു, എന്ത് വേണോ വേണോ. പക്ഷെ ഒരുപാട് പേര് പറഞ്ഞു നിനക്ക് ഇത്രയും നല്ലൊരു സ്കില്ല് ഇതൊരു സ്കില്ല, നമ്മുടെ കോൺഫിഡൻസ് യൂസ് ചെയ്യുന്ന ഒരു സ്കില്ല, നമ്മൾ ഡെവലപ്പ് ചെയ്യുന്ന സ്കില്ല. നമുക്ക് ആദ്യം പടം വരയ്ക്കാൻ അറിയത്തില്ലായിരിക്കും, നമ്മൾ വരച്ച് വരുമ്പോൾ നമുക്ക് നല്ല പടങ്ങൾ വരയ്ക്കാൻ പറ്റും. അതിനൊക്കെ തന്നെയാണിത്. നമുക്ക് ആദ്യം ചിലപ്പോൾ ചെയ്യാൻ പറ്റത്തില്ല, 1-2 ഫ്ലോപ്പ് വരും, ഒന്നല്ല ഇഷ്ടംപോലെ ഫ്ലോപ്പ് വരും, ഫ്ലോപ്പ് വരും. പക്ഷെ നമ്മളത് പ്രാക്ടീസിലൂടെ, നമ്മുടെ കോൺഫിഡൻസിലൂടെ നമ്മൾ ചെയ്ത് ആളുകളുടെ ബിലീവാണ്. ഇപ്പം എന്നെ അറിയുന്ന ആളാണെന്നുണ്ടെങ്കിൽ എനിക്ക് ചേട്ടാ മറ്റേ ഹിപ്നോട്ടിസ്റ്റ് അല്ലേ, ഞാൻ പറയാ എക്സ്പീരിയൻസ് ചെയ്ത് തരുമോ ചേട്ടാ, ഒന്നുമില്ല, സ്ലീപ്പ് തൊട്ടാൽ മതി, ആളങ്ങ് പോകും. അവർക്ക് ഒരു ട്രസ്റ്റാണ്, നമ്മൾ സേഫാണ്, അവർ നമ്മളെ കയ്യിൽ സേഫ് ആണെന്നുള്ള വിശ്വാസമുണ്ട്. ഇവിടെ ഒരാളിനെ പോലും തള്ളിയിടുകയോ ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ അവർക്കൊരു വിശ്വാസമുണ്ട് നമ്മളിൽ. അത് തന്നെയാണ് ഇതെല്ലാം. ഓക്കെ, അപ്പം ഈ കുറെ സ്റ്റെപ്പുകൾ ബിഹൈൻഡ് ദ ക്യാം കാണിക്കുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ, അതെന്തുകൊണ്ടാണ് ഓൺ സ്ക്രീൻ കാണിക്കാത്തത്? സ്റ്റെപ്പ് എന്നുള്ളതല്ല, അത് കുറെ പ്രോസസ്സുകളാണ്. അതിൽ ഓരോ ഭാഗങ്ങളും ഞാൻ ഇട്ടിട്ടുണ്ട്, പല ഭാഗങ്ങൾ. ഇപ്പം നമുക്കിപ്പം അത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ ആഡ് ചെയ്ത് പോകണമെന്ന് നമുക്ക് ആഡ് ചെയ്ത് പോകാം. അതിപ്പോൾ ഇയാൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. അല്ല, എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു ലൈക്ക് ഇത് കാണിച്ചു കഴിഞ്ഞാൽ ആൾക്കാർ അനുകരിക്കാൻ. അല്ലല്ല, ഈ ബിഹൈൻഡ് ദ സീൻ നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യം അല്ലെങ്കിൽ കാണിച്ചുവിടാൻ പാടില്ലാത്ത കാര്യമല്ല. ഈ ഒരു സ്റ്റേറ്റിലോട്ട് കൊണ്ടുപോകുന്ന ചില കാര്യങ്ങൾ മാത്രം കാണിച്ചുവിടുന്നേ ഉള്ളൂ. അല്ലാണ്ട് ബാക്കി കാര്യങ്ങളൊക്കെ ഓരോരോ കാറ്റലപ്സി, അംനേഷ്യ, അനസ്തേഷ്യ, പിന്നെ അതുപോലെ പെർസ്പെക്റ്റീവ് ചേഞ്ച്, ഹാലുസിനേഷൻ, ഇങ്ങനെ ഓരോരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ് പോകുന്നത്. നമുക്ക് ഒരാളെ ഡയറക്റ്റ് ഹാലുസിനേഷൻ കൊടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഓരോ സ്റ്റേജിലൂടെ കടത്തിവിട്ട് കൊണ്ടുപോയി വേണം നമ്മൾ അവരെ ആ സ്റ്റേജിലോട്ട് കൊണ്ടുപോകാനായിട്ട്. ഈ മെഡിക്കലി ഹിപ്നോസിസ് ചെയ്യുന്നവർക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, ഹെൽപ്പ് ചെയ്യാൻ പറ്റും. ആങ്സൈറ്റി, ഡിപ്രഷൻ, സൂയിസൈഡ് ടെൻഡൻസി ഒക്കെ ആയിട്ട് വരുന്ന ആളുകളെയൊക്കെ നമുക്ക് ക്യൂർ ചെയ്യാൻ പറ്റും, ഒരുപാട് കാര്യം. പക്ഷെ നമുക്ക് അതിനുള്ള പ്രോപ്പറായിട്ടുള്ള ഇത് വേണം. അപ്പം എനിക്കിപ്പം ഒരു ബോർഡും വെച്ച് ഞാൻ ഹിപ്നോസ് ചെയ്യുന്നു, സഹായിക്കുന്നു, ഡിപ്രഷൻ മാറ്റി കൊടുക്കുന്നു, ആങ്സൈറ്റി മാറ്റുന്നു എന്ന് പറഞ്ഞാൽ എനിക്ക് ക്ലിനിക്കാക്കുക എന്ന് പറഞ്ഞിട്ട് ഇരിക്കാൻ പറ്റത്തില്ല. നമുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ക്ലിനിക്കൽ സൈക്കോളജി വേണം, MSc
അല്ലെങ്കിൽ PG ലെവലിലോട്ട് ക്ലിനിക്കൽ സൈക്കോളജി ഉണ്ടെങ്കിലേ ചെയ്യാൻ പറ്റൂ. പക്ഷേ നമ്മളൊരാൾ ഹെൽപ്പ് ചോദിച്ചു വരുവാണ്, ഒരു ചേട്ടൻ്റെ അടുത്ത് വന്ന് സംസാരിച്ച് കഴിഞ്ഞാൽ ഞാൻ ഓക്കെ ആവും, എന്നൊന്ന് ഹെൽപ്പ് ചെയ്യൂ എന്ന് ചോദിച്ചു വരുന്ന ആളെ നമുക്ക് ഹെൽപ്പ് ചെയ്യാം. നമ്മളല്ലാണ്ട് നമ്മൾ അവരുടെ അടുത്തോട്ട് പോയിട്ട് നമ്മൾ ഹെൽപ്പ് ചെയ്യാം അല്ലെങ്കിൽ ബോർഡ് വെച്ചിട്ട് ആ ഒരു ലെവലിൽ ഇരിക്കാൻ പറ്റത്തില്ല. അത് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇത് വേണം. അല്ലാണ്ട് നമ്മളടുത്ത് ഹെൽപ്പ് ചോദിച്ചപ്പോൾ അത് നോർമലാണ്. ഇപ്പോൾ ചേട്ടനെ സംസാരിച്ച് അങ്ങനെ ഒരുപാട് പേരുണ്ട് എന്നെ വിളിച്ചിട്ട് പറയും ചേട്ടനെ സംസാരിക്കുമ്പോൾ എനിക്ക് ഓക്കെ ആവും സംസാരിച്ചോട്ടെ. ഞാൻ പറഞ്ഞു ഓപ്പറോ എനിക്ക് പ്രശ്നമില്ല, ഫ്രീ ഉള്ള സമയം വിളിക്കും, സംസാരിക്കും, കുറേ നമുക്കറിയുന്ന ആൾ പറഞ്ഞു കൊടുക്കും, ഞാൻ ഓക്കെ ചേട്ടാ ഇനി ഞാൻ ജീവിക്കും ഇനിയില്ല. പിന്നെ കഴിവതും ഞാൻ ഈ പറയുന്ന ഈ സൂയിസൈഡ് ടെൻഡൻസി വരുന്ന ആളെ സംസാരിക്കാറില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ റിസ്ക് ആണ്. നാളെ നമ്മൾ സംസാരിച്ചിട്ട് അവരെന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാലേ അത് നമ്മളെ ബാധിക്കുന്ന കേസാണ്. പക്ഷേ ഈ ഡിപ്രഷൻ എന്ന് പറയുന്ന സാധനം നമ്മുടെ പാസ്റ്റിനെ പറ്റി ആലോചിച്ചിട്ടുള്ളതാണ് ഡിപ്രഷൻ. ആങ്സൈറ്റി എന്ന് പറഞ്ഞാൽ നമ്മളെ ഫ്യൂച്ചറിനെ പറ്റി ആലോചിച്ചിട്ടുണ്ട്. നമ്മളെ ഫ്യൂച്ചർ എന്താണ്, നിങ്ങൾ നേരെയാവും, ഓക്കെ ആണെന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി വിട്ടുകൊടുത്താൽ അവർ ഓക്കെ ആവും. പാസ്റ്റിൽ കഴിഞ്ഞ കാലമെല്ലാം കഴിഞ്ഞ് അത് പോട്ടെന്ന് പറഞ്ഞാൽ അത് ശരിയാവും. അത്രയേ ഉള്ളൂ. ഡിപ്രഷനും ആങ്സൈറ്റിയൊക്കെ നമ്മുടെ തോന്നലുകളല്ല, അതൊക്കെ ചുമ്മാ എടുത്ത് കളയാൻ പറ്റും. ഇതും ഇപ്പൊ ഈ ഹിപ്നോസിസ് കൊണ്ട് ചെയ്യുന്നതും ആക്ച്വലി നമ്മുടെ ബോധ മനസ്സിലുള്ള തോട്ട്സിനെ ഒരു അതിന്റെ മുകളിലേക്ക് വേറെ കുറച്ച് തോട്ട്സ് ആഡ് ചെയ്ത് അങ്ങനെയല്ല. അവർക്ക് എവിടെയാണോ ഇപ്പം നമ്മളെ അടുത്ത് വരുമ്പോൾ തന്നെ ചില ആളുകൾ വന്നിട്ട് പറയും ചേട്ടാ എനിക്ക് ഭയങ്കര വിഷമമുണ്ട് ചേട്ടാ. ഞാൻ പറയും എന്തിനാ അവനെ വിഷമിക്കുന്നത്, അവനെ എന്റർടൈൻമെന്റ് ചെയ്ത് ഇതൊക്കെ ഫീൽ ചെയ്യിപ്പിച്ച് ലാസ്റ്റ് ഞാൻ പറയും അതിനൊക്കെ ഒരുപാട് വിഷമങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ മനസ്സിൽ നിന്ന് കളഞ്ഞേക്കണം, നല്ലൊരു മോനാണ്, വീട്ടുകാർക്ക് വേണ്ടി സ്നേഹിച്ച് ജീവിക്കണം, അച്ഛനും അമ്മയൊക്കെ നല്ലതാണ്, പഠിക്കണം, ജോലി വാങ്ങിക്കണം, ഇഷ്ടംപോലെ പൈസയൊക്കെ ഉണ്ടാക്കണം എന്നൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ അതാവും ചിന്ത അവർക്ക്. മറ്റേ വിഷമങ്ങൾ അവർ മറക്കും. അത്രേ ഉള്ളൂ. ഓക്കെ, നമുക്ക് ഇനിയിപ്പം എന്താ ചെയ്യാൻ പറ്റുക? നമുക്ക് മെന്റലിസം ആദ്യം നമ്മൾ സംസാരിച്ചായിരുന്നല്ലേ? ഓക്കെ, അപ്പോൾ നമുക്ക് മെന്റലിസം എന്താണെന്നുള്ളത് നമുക്ക് ചുമ്മാ നോക്കാം. മെന്റലിസം ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഹിപ്നോസിസ് എന്താ നോക്കാം. ഇപ്പോ എന്താ വേണം? ഓക്കെ, ഇയാൾക്ക് പെട്ടെന്ന് ഒരാളിനെ മനസ്സിലോട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് വരുന്ന ഒരു സ്നേഹമുള്ള ഒരു വ്യക്തി. ഇയാളെ പേരെനിക്ക് അജിനാണെന്ന് അറിയാം, പക്ഷെ വേറെ ഇയാളെ പറ്റി എനിക്ക് ഒന്നും അറിയത്തില്ല. നമ്മളെ ഇന്നാണ് ആദ്യമായിട്ട് സംസാരിക്കുന്നത് അല്ലേ? അപ്പോൾ ഇയാൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഫേവറേറ്റ് പേഴ്സൺ ആരെങ്കിലും മനസ്സിൽ കാണും. ആ ആളുടെ പേരൊന്ന് മനസ്സിൽ വിചാരിക്കുക. ഓക്കെ, ഒന്ന് മനസ്സിൽ വിചാരിക്കുക, മനസ്സിന് റിപ്പീറ്റ് ചെയ്യുക, ആളുടെ പേര് മനസ്സിൽ വിചാരിക്കുക. നമുക്ക് കാണോ നിങ്ങളുടെ ആരെങ്കിലും കയ്യിൽ? കുറച്ച് പേപ്പർ ആണോ? ഒരു ഷീറ്റ് പേപ്പർ ഞാൻ എടുത്തു കഴിഞ്ഞാൽ നമുക്കേ ആരെങ്കിലും 1-2 പേരെ വിളിച്ചാലോ? നമുക്ക് നമ്മളെ കൂട്ടത്തിൽ കുറച്ച് വന്നിട്ടുണ്ട് ഫ്രണ്ട്സ്. ബ്രോ ഒന്ന് വരാമോ? ഒരു പേന എടുത്തോ. 1-2 പേരെ വിളിക്കണോ? ഒന്ന് വരൂ. വാ, ഇവരാരെങ്കിലും മതിയോ? ഞങ്ങളുടെ കൂടെ തന്നെ ഉള്ള അയ്യോ ഞാൻ എടുത്തുതരാം. ബാക്ക് ഏറ്റവും ലാസ്റ്റ് പേന അയക്കണോ ആരെങ്കിലും? പേനയും ഓക്കെ, ഒരു പേന കൊടുത്താട്ടോ. ഞാൻ ഈ ഒരു പേപ്പർ ഞാൻ കീറി എടുക്കുവാണേ. എന്നിട്ട് ഞാനിതിപ്പോൾ ഇത്ര ആരൊക്കെ ഉണ്ട്? 1, 2, 3 പേരുണ്ടല്ലേ? ഓക്കെ, ഞാനതൊരു പേപ്പർ ഈ 3 പേർക്ക് ഞാൻ കൊടുക്കുവാണേ. 1, 2, 3. എന്നിട്ട് നിങ്ങളെ എന്ത് ചെയ്യണമെന്നറിയോ? നിങ്ങൾ 3 പേരും എനിക്ക് ഓപ്പോസിറ്റ് നിൽക്കുക. നീ വരുന്നില്ലേ? നിന്നോ? ഓക്കെ, എന്നിട്ട് നിങ്ങൾ തമ്മിൽ കാണാതെ പിടിച്ചോ. അവരെ കാണുന്നുണ്ടോ? ഞാൻ ഈ പെൻ തരാം. ഒരാള് പെട്ടെന്ന് ഞാൻ എന്തെങ്കിലും ഒരു സാധനം പാസ് ചെയ്യുന്നതായിട്ട് മനസ്സിൽ വിചാരിക്കുക. ഒരു പേര് പെട്ടെന്ന് മനസ്സിൽ തോന്നുന്നൊരു പേര്. നിങ്ങളുടെ എല്ലാവരുടെയും മനസ്സിലോട്ട് ഞാൻ ഒരു പേര് പാസ് ചെയ്യുന്നതായിട്ട് മനസ്സിൽ വിചാരിക്കുക. പെട്ടെന്ന് മനസ്സിൽ വരുന്ന, വേറെ ഒന്നും അധികം ചിന്തിക്കരുത്. പെട്ടെന്ന് മനസ്സിൽ വരുന്ന ഒരു പേര്, ആദ്യം വരുന്നൊരു പേര് അതിലൊന്ന് എഴുതുക. എന്നിട്ട് അവരെ കാണിക്കരുത്, ഒരു കാരണവശാലും കാണിക്കരുത്. ഓക്കെ, എന്നിട്ട് മടക്കി കൈ വയ്ക്കുക. മടക്കി കൈ വെച്ചോ. എന്നിട്ട് അടുത്ത ആൾക്ക് പേന കൊടുക്കുക. പെട്ടെന്ന് മനസ്സിൽ വരുന്നൊരു പേര് മടക്കി കഴിച്ചോ. മടക്കിയോ. പെട്ടെന്ന് മനസ്സിൽ വരുന്നൊരു പേര്. മടക്കി കഴിച്ചോ. കാണിക്കണ്ട, ആരെയും കാണിക്കണ്ട. അടുത്തേക്കുന്ന ആളെ ഒട്ടും കാണിക്കരുത്. ഓക്കെ, നിങ്ങൾ തമ്മിൽ കണ്ടിട്ടില്ല എന്താണ് എഴുതിയിട്ടുള്ളത് എന്നുള്ളത്. ഓക്കെ, എന്നോട് മാത്രം നോക്കുക. പെട്ടെന്ന് മനസ്സിൽ വരുന്നൊരു പേര്. ഒരു അറ്റംപ്റ്റ് ആണ്. കാര്യം 3 പേർക്കും പാസ് ചെയ്ത് ആർക്ക് കറക്റ്റ് ആവുമെന്നും അറിയത്തില്ല നമുക്ക്. ഓക്കെ, ഒരു പേര് മടക്കി കഴിച്ചിട്ടുണ്ടോ? ഓക്കെ, ഇപ്പൊ ഇവരെ 3 പേരെ കയ്യിലും ഒരു പേര് അവർ പേപ്പറിൽ എഴുതി കഴിച്ചിട്ടുണ്ട്. ഇയാളുടെ മനസ്സിലൊരു പേരുണ്ടാവും. എനിക്കൊരു പേര് മനസ്സിലായിട്ടുണ്ട്. മേ ബി നസീം. ആരാണ്? ഉമ്മ ആണ്. ഓക്കെ, ഒന്ന് പേപ്പർ 3 പേരെ കഴിക്കുന്ന പേപ്പർ ഒന്ന് തരാമോ? ഓക്കെ, ആദ്യത്തെ പേപ്പർ തുറക്കാം. ഓക്കെ,
മൂന്നാമത്തെ പേപ്പർ പെട്ടെന്ന് ഈ പേര് തോന്നിയത് നിങ്ങളെ മനസ്സിൽ? ആ എടാ, അവര് പറയുന്ന ഇത് ഞാനിതിന്റെ വേറെ വേർഷൻസ് കണ്ടിട്ടുണ്ട്. ലൈക്ക് എവിടെങ്കിലും എഴുതി വെച്ചിട്ട് നമ്മളെ പ്ലാൻ ചെയ്യുന്ന ഒരു സംഭവം. ആയിക്കോട്ടെ, നേരത്തെ എഴുതി ഇതിപ്പോ നിങ്ങളുടെ മുമ്പിൽ വെച്ചാണ് ഞാൻ ഇവിടെ നിന്നവരെ കൊണ്ട് എഴുതിപ്പിച്ചത്. അത് 3 പേരെ കൊണ്ട് മാറ്റി നിർത്തി തമ്മിൽ കാണാത്ത രീതിയിലാണ് അവരെ ഞാൻ എഴുതിപ്പിച്ചിട്ടുള്ളത്. കുട്ടിമാമ ഞെട്ടിമാവ. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്. ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ.